സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്നതിനാലും നിലവാര തകർച്ചയാലും ഈ വർഷവും മികച്ച സീരിയലിനുള്ള അവാർഡ് ഇല്ല എന്ന വാർത്ത നിങ്ങൾ കണ്ടുകാണും. സീരിയലുകളുടെ നിലവാര തകർച്ച ഒരു പ്രശ്നമേ ആയി കാണാത്ത വലിയൊരു പ്രേക്ഷക സമൂഹം ഇവിടെയുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവാർഡുകൾ ഒരു വിഷയമേ ആയി കാണാതെ ഒരു മാറ്റവും ഇല്ലാതെ സീരിയലുകൾ ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. നമ്മുടെ പൊതുസമൂഹം ആർജിച്ചിട്ടുള്ള നിലവാരവും ജൂറിയുടെ കാഴ്ചപ്പാടിലെ നിലവാരവും സീരിയലുകളുടെ നിലവാരവുമായി ഒത്തുപോകുന്നില്ല എന്നതാണ് സീരിയലുകളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സാന്ത്വനം, കുടുംബവിളക്ക് പോലുള്ള സീരിയലുകൾ ഒരു 10-20 വർഷം മുമ്പായിരുന്നു സംപ്രേഷണം ചെയ്തിരുന്നതെങ്കിൽ ഏറ്റവും മികച്ച സന്ദേശം നൽകുന്ന കുടുംബ സീരിയലുകൾ എന്ന അവാർഡ് കരസ്ഥമാക്കിയനെ. അങ്ങനെ കരസ്ഥമാക്കിയിട്ടുള്ള സിനിമകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേൾക്കുമ്പോൾ ഏറ്റവും പിന്തിരിപ്പനെന്ന് തോന്നിപ്പിക്കുന്ന കണ്ടന്റുള്ള ചില സിനിമകൾ അതാത് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട്. അത്തരം 2 സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മളെ സഹായിച്ചേക്കാം. അതുകൊണ്ട് ജൂറി മെമ്പേഴ്സിനാലും സ്റ്റേറ്റിനാലും രാജ്യത്താലും ഒക്കെ അംഗീകരിക്കപ്പെട്ട ആ 2 സിനിമകളെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ഇത്തവണത്തെ മല്ലു അനലിസ്റ്റിലൂടെ. 1989 ഇറങ്ങിയ തമിഴ് സിനിമയാണ് പാർത്ഥിബൻ സംവിധാനം ചെയ്ത പുതിയ പാതൈ. ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ഈ സിനിമയ്ക്ക് ഏറ്റവും മികച്ച തമിഴ് സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ്, 2 സ്റ്റേറ്റ് ഫിലിം അവാർഡ് എന്നിവ ലഭിച്ചിരുന്നു. ഇതുകൂടാതെ ഈ സിനിമ കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലും റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. മലയാളത്തിൽ മനോജ് കെ ജയൻ, വാണി വിശ്വനാഥ് എന്നിവർ അഭിനയിച്ച സ്വർണ്ണകിരീടം ഈ സിനിമയുടെ റീമേക്കാണ്. ഒരു പുരുഷനെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് മാറ്റാനുള്ള സ്ത്രീയുടെ കഴിവും അവളുടെ ഭർത്താവിനോടുള്ള ഭക്തിയും മനോഹരമായി ചിത്രീകരിച്ച സിനിമ എന്ന നിലയ്ക്കാണ് സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വരാം. ഒരു റൌഡി താൻ ബലാത്സംഗം ചെയ്ത സ്ത്രീയാൽ തിരുത്തപ്പെടുന്ന കഥയാണ് സിനിമ പറയുന്നത്. അവൾ അയാളെ നല്ലവനാക്കുന്നത് അയാളെ വിവാഹം കഴിച്ചുകൊണ്ടാണ്. അനാഥനായ നായകൻ തെരുവിൽ വളർന്ന് ഒരു റൌഡിയായി മാറുന്നു. അവൻ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനായി മാറുന്നു. നായികയുടെ വിവാഹത്തിന് തൊട്ടുമുമ്പ് ഒരുങ്ങിയിരിക്കുന്ന നായികയുടെ അടുത്തേക്ക് ഈ റൌഡിയെ നായികയോട് ദേഷ്യമുള്ള ചിലർ പണം കൊടുത്ത് പറഞ്ഞുവിടുന്നു. അവളെ ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. റൌഡിയാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട നായികയെ വിവാഹം കഴിക്കാനിരുന്നയാൾ ഒഴിവാക്കുന്നില്ലെങ്കിലും നായിക വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. പകരം നായിക തീരുമാനിക്കുന്നത് തന്നെ ബലാത്സംഗം ചെയ്ത ആ റൌഡിയെ തിരുത്തി നല്ലവനാക്കാനാണ്. ഇനിയുള്ള ജീവിതം അവന്റെ ഒപ്പമാകണം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം വേണ്ടെന്ന് വെച്ച്, കല്യാണം കഴിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്ന വരനെ വേണ്ടെന്ന് വെച്ച് നായകൻ താമസിക്കുന്ന തെരുവിലേക്ക് പോകുന്നു. കല്യാണം കഴിച്ച് അവനെ നന്നാക്കാനുള്ള യജ്ഞത്തിൽ മുഴുകുന്നു. അങ്ങനെ ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യം, ധൈര്യം എന്നിവയ്ക്ക് മുന്നിൽ കീഴടങ്ങി ആ റൌഡി ഒരു നല്ല മനുഷ്യനായി മാറുന്നു. മോശപ്പെട്ട ആണുങ്ങളെ കല്യാണം കഴിച്ച് നന്നാക്കിയെടുക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് പിന്നെ പണ്ടേ ഉള്ളതാണല്ലോ. സ്ത്രീയുടെ ആ കഴിവിനായിരുന്നു അത്തവണത്തെ അവാർഡ്. തന്നെ ബലാത്സംഗം ചെയ്തവനെ കല്യാണം കഴിച്ച് നന്നാക്കിയേ അടങ്ങൂ എന്നുള്ള സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തെ രാജ്യം തന്നെ അന്ന് അംഗീകരിച്ചു. ഒരു മോശം സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് മോശം വ്യക്തിയായി തീർന്ന ഒരാളെ പുതിയ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കും അതിൽ പങ്കുണ്ട്. പക്ഷേ ആ മോശം വ്യക്തിയാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം അവനെ കല്യാണം കഴിച്ച് തിരുത്തി പുതിയ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത കൂടി പെണ്ണിന്റെ ശക്തി, ധൈര്യം, പുരുഷനെ മാറ്റാനുള്ള കഴിവ് എന്നീ ലേബൽ ഒട്ടിച്ച് അവളുടെ തലയിലിടുന്നതിന്റെ ലോജിക്ക് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിന്റെ മാനിപ്പുലേറ്റീവ് തന്ത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇന്ന് ഇത്തരം ഒരു സിനിമ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. 2000 ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ച സിനിമയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. 1986 ഇറങ്ങിയ മലയാള സിനിമ രാക്കുയിലിൻ രാഗസദസ്സിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഭാര്യ തന്നേക്കാൾ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഭർത്താവിന്റെ കോംപ്ലക്സിനെ കോംപ്ലക്സ് ആയി തന്നെ അഡ്രസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രം അവസാനം എന്തൊക്കെയോ ചെയ്ത് ബാലൻസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ആ അപ്ഡേഷൻ. CV ബാലകൃഷ്ണന്റെ കഥ സിനിമയായി മാറിയപ്പോൾ പുരുഷന്റെ ഭാഗത്തു നിന്ന് മാത്രം നോക്കിക്കാണുന്ന അവന്റെ ക്രൂരതകളെയും കോംപ്ലക്സിനെയും സിമ്പതിയോടെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായി ഈ സിനിമ മാറുന്നുണ്ട്. ഇന്നാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ രാക്കുയിലിൻ രാഗസദസ്സിലെ പോലെ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ കൊണ്ട് അവസാനം ഭർത്താവിന്റെ കാല് പിടിപ്പിക്കുന്നില്ല എന്നൊരു മേന്മയായിരിക്കാം അവാർഡായി മാറിയത്. നമ്മുടെ ചിന്താരീതികൾ വ്യക്തിപരമായും ഒരു സമൂഹം എന്ന രീതിയിലും മാറുന്നു എന്നതിന്റെ തെളിവാണ് ഈ അവാർഡുകളും ഇപ്പോഴത്തെ അവാർഡില്ല എന്ന ഈ പ്രഖ്യാപനവുമൊക്കെ. സിനിമകളുടെ കാര്യത്തിൽ മൊത്തത്തിലുള്ള ഒരു പ്രവണത അവർ മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ സീരിയലുകളുടെ കാര്യത്തിൽ നിലവാര തകർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇപ്പോഴും ചില സില്ലി എക്സ്ക്യൂസുകളുമായി അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ്. കോണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ മെച്ചമെന്ന് പറയാൻ കഴിയുന്ന ഒരു സീരിയൽ പോലും ഇല്ല എന്ന സ്ഥിതിക്ക്, അത് ഒരു തരത്തിലും ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അണിയറ പ്രവർത്തകരാണ് ഉള്ളത് എന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഏറ്റവും മികച്ച സീരിയൽ എന്ന കാറ്റഗറി മാറ്റി ഏറ്റവും മോശം സീരിയൽ എന്നൊരു കാറ്റഗറി തുടങ്ങുന്നത്
മത്സരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മോശമാകാൻ മത്സരിക്കുമ്പോൾ അതിലെ വിജയിയെ കണ്ടെത്തുന്നതാണ് കൂടുതൽ എളുപ്പം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ വർഷം പുറകോട്ട് നടത്തിക്കുന്ന സ്ത്രീ കഥാപാത്രം എന്നൊരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഒന്ന് ആലോചിച്ചാൽ ഇപ്പോഴത്തെ സീരിയലുകളെ വെച്ച് പല വെറൈറ്റി കാറ്റഗറി അവാർഡുകൾ ഉണ്ടാക്കാവുന്നതാണ്. സീരിയലുകളുടെ നിലവാര തകർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സീരിയൽ പ്രവർത്തകർ നൽകുന്ന എക്സ്ക്യൂസുകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.